ഇത് രാജാപ്പാർട്ടാ, തരി ഓവർ സ്മാർട്ടാ. ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ, വെറും ഓലപ്പാമ്പ. പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ. പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ. ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ. കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. തമിഴ്നാട്ടിൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ പച്ചക്കറി അരിയാ. ഓ അവര് കേരള സ്റ്റൈലായിരിക്കും. കേരള സ്റ്റൈലല്ല, അവിടെ കുരുമുളകൊക്കെ ഇട്ട് വെയിലത്തൊക്കെ ചുണക്കിട്ട് ഉണ്ടാക്കുക. അവർ കുരുമുളകോ കുരുടാനോ എന്ത് വേണേലും വെതരട്ടെ, നമുക്ക് നമ്മളെ സ്റ്റൈലും മതി. എന്നിട്ടാണ് അമ്മ അന്ന് ചൈനീസ് ഫുഡ് ഉണ്ടാക്കി തിന്നത്. ആ അതുകൊള്ളാ. ഞാൻ എനിക്കിഷ്ടമുള്ള ഫുഡ് എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു. അതിന് ഏതൊരു രാജ്യത്തിന്റെ പേരൊന്നും എന്തെങ്കിലും കുറ്റമാണോ? വായടക്ക് തുപ്പല് വീഴും. ആരാ വെച്ചിരിക്കുന്നേ? അമ്മ അച്ഛനാ ചിരിക്കുന്നേ. അച്ഛൻ തിങ്ങൻ ചിരിക്കുന്നേ. ഇത് അച്ഛന് ചിരിക്കാൻ പാടില്ലേ? ആ അച്ഛനോട് ഞാൻ ഭൂപാളരകത്തി ചിരിക്കാൻ പറയാ രാവിലെ തന്നെ. എന്താ ഇങ്ങനെ ചിരിക്കണേ? ആ എന്തായോ 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 ബാലു ബാലു എന്താ? ബാലു എന്താ പറ്റിയേ? അമ്മ അച്ഛന് കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ട്. ചോദിക്കേ. ആണോ? ചോദിക്കേ. ബാലു എന്താ പറ്റിയേ? ബാലു എന്താ ചിരിക്കണേ? എനിക്ക് ദേഷ്യം വരണുണ്ട് ബാലു. സത്യം പറ, എന്തിനാ നിങ്ങൾ ചിരിക്കണേ? പറയാൻ. ഇന്ന് രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ട്. രാവിലെ സ്വപ്നം കണ്ട് രാവിലെ മോളപ്പുറത്തെ അരിഞ്ഞു വെക്ക്. അമ്മ ഇപ്പൊ വരാം. ചെല്ല് ക്യാരറ്റ് അരി. വെളുപ്പാങ്കാലത്ത് നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടത്? ആരെയാണ് സ്വപ്നം കണ്ട? സത്യം പറ. അന്നമ്മച്ചാക്കയാണോ നിങ്ങൾ സ്വപ്നം കണ്ടത്? പിന്നെ ആരെയാ? ആ ഇതാ സുഖം വേറെയാണ്. എന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചിരി വരുന്നത് അല്ലേ? ഇപ്പൊ മനസ്സിലായി. ഡൈ തീർന്നപ്പോ കരിവാരി തലയിൽ തേക്കുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ ഇടവിട്ട് സ്പ്രേ അടിക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പൊ തിരിഞ്ഞും മറിഞ്ഞൊരു നോട്ടമുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. ആരെയാ നിങ്ങൾ കണ്ടത്? സത്യം പറ, ആരെയാ കണ്ടത്? പറ ബാലു. പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രി കണ്ട ഇങ്ങനെ ചിരിക്കണ? പ്രധാനമന്ത്രിയെ കണ്ട ഇങ്ങനെ ചിരിക്കണ എന്തിനാ? എനിക്ക് ഇത്രയും നാളത്തെ ഇലക്ട്രോണിക്സിലെ മികച്ച സേവനത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഗവൺമെന്റ് തന്നതാരെന്നറിയാമോ? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി വട്ടാവോ മനുഷ്യൻ? ഇങ്ങനെ വട്ടാവോ? പ്രധാനമന്ത്രി എനിക്ക് തന്നു. നീ എപ്പോ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. എന്തിനാ ചിരിക്കണേ? അളിയനെന്ത്? അത് വട്ട്. കറക്റ്റ് തന്നെ ചേച്ചി. ആ നമ്മുടെ വീടിനടുത്തുള്ള പരമേശ്വരൻ പിള്ള മാമനില്ലേ, ഇതുപോലെ ആയിരുന്നു. ചിരിച്ചാ ചിരി നിർത്തൂല. ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ എവിടെയാ? ഊളം പറയില്ല.
ഇത് അതുപോലെയൊന്നും അല്ല. അളിയൻ ചിരിക്കാൻ എന്ത് കാര്യം എന്ത്? പ്രധാനമന്ത്രി അങ്ങേർക്ക് അവാർഡ് കൊടുത്തു. ആ അപ്പൊ വട്ടി തന്നെ. ചായ ഇപ്പൊ വന്നേളൂ. എന്താടാ ചേച്ചി പരമേശ്വരൻ പിള്ളമായി അളിയനെ കളിയാക്കണ. ഈ പരമേശ്വരൻ മാമാര് എനിക്കറിയില്ല. എല്ലാത്തിനും വട്ടുകളിയല്ലേ. ഞാൻ ഇവിടെ ഒരു ചായ ഉണ്ടോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. പാല് വയ്ക്കോ? ഭ്രാന്തം ഫാമിലി ആളിയരും ചാച്ചി. ഓ നിനക്ക് രാവിലെ തന്നെ വേറെ ഒരു പണിയില്ലേ? നീ ഇങ്ങോട്ട് രാവിലെ ബാറ്റൊക്കെ തൂക്കി പിടിച്ച്. എടി ഇത് ആരോഗ്യത്തിന് നല്ലതാ. സൗന്ദര്യം കൂടി ഒതു കളിച്ചാ. എടി ജന്മന സൗന്ദര്യം ഇല്ലാത്തവര് മുഖത്ത് എന്തോ എടുത്ത് പരട്ടിയാലും വലിയ പ്രയോജനമൊന്നും ഇല്ല. പിന്നെ എനിക്ക് സൗന്ദര്യം ഇല്ലാത്തോണ്ടാ സ്കൂളില് ഒപ്പനക്ക് എന്നെ മണവാട്ടിയാക്കിയത്. അവരും നിന്നെ മണവാട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല. നിന്നെ ചുമ്മാ പിടിച്ച് ഒരിടത്ത് കുത്തി ഇരുത്തിയാ മതിയല്ലോ. ഒരു സാധനം എടുത്ത സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കേൾക്കത്തില്ല. എന്ത് കഷ്ടമായത്? അത് ശരി. അപ്പൊ നീ ചേച്ചിയുടെ ക്രീം എത്ര നേരത്ത് മുഖത്ത് പരട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? എനിക്ക് ഇപ്പൊ ഞാൻ പണി തരാം. പ്ലീസ് പറയല്ലേടാ പ്ലീസ് പറയല്ലേ. ചേട്ടാന്ന് വിളിയടി. ചേട്ടാ പ്ലീസ് പറയല്ലേ കാല് പിടിക്കാം പ്ലീസ് പറയല്ലേ. എന്തോ നാറ്റോ നിനക്ക് മുഖത്ത് പറ്റുന്ന സമയം കൊണ്ട് വില പോയി പല്ലും തേക്ക്. കഴിക്കണ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അത് പ്ലാസ്റ്റിക് ആണ്. നിന്റെ പല്ല് അതിലൊട്ടിയിരിക്കും. ക്രാന്തകുമാരൻ ഇപ്പൊ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാന്ന് അറിയാൻ പറ്റുന്നില്ല. ആ അത് ജപ്പാന്റെ സാധനം. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, എല്ലാം ഒറിജിനലേ ഉള്ളൂ. തുടങ്ങി എന്താടി പുഴ വീഴുന്നാൻ തോന്നുന്നു. മനുഷ്യൻ പേടിച്ചു പോയല്ല. നീ ഒരു കാര്യം ചെയ്, ആ വെളിച്ചെണ്ണ എടുത്തോണ്ട് മുഖത്ത് വെച്ചു കൊടുക്കും. വേണ്ട നീറും. പുഴു വീണ നീ കണ്ടാ? ഇല്ല. അയ്യോ പുഴു എന്താ കാണിച്ചാണല്ലോ വീണത്. ആയും പൊളിച്ചിക്കാൻ നോക്ക്. നോക്കാണ് ഇത് മുഖത്ത് മാത്രമല്ലോ. മൊത്തം വരണോ? അച്ഛൻ പുഴുവിന് വിഷം കാണുമോ? നമുക്കൊരു കാര്യം ചെയ്യാം, ആ പുഴുവിനെ വിളിച്ച് ലാബിൽ കൊണ്ടുകൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. അസ്ഥാനത്തേറി കോമഡി പറയല്ലേ. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം. നീ വലിയ നേഴ്സല്ലേ, നീ എടു. വേണ്ട നീ എടുക്കണ്ട. നീ പോയി ഒരുങ്ങിയ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഈ മുഖത്ത് ഒരുങ്ങിയാൽ നന്നായിരിക്കും. എന്തു വെച്ചു മേ? ദേ അവളെ പുഴുവാട്ടി. ഇത് കണ്ടോ? ഇത് പുഴുവാട്ടിയൊന്നല്ല. ഇവള് ഇത്തിരി മുമ്പ് ചേച്ചിയുടെ ക്രീം എടുത്ത് പറ്റാണ് ഞാൻ കണ്ടത്. അതിന്റെ എഫക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് ക്രീമാണ് എടുത്ത് തേച്ചത്? ആ വയറ്റ് ഡപ്പിക്കാത്തുള്ള ഇത്ര ക്രീം. എന്റെ മോളെ, അത് കാൽ അലർജി വരുമ്പോ തേക്കുന്ന ക്രീമാണ്. അപ്പൊ ചേച്ചി ഇന്നലെ വാരിക്കൂരി തേച്ചതോ? ഇനി അത് വേറെ. എന്ത് ചാണകം കിട്ടിയാലും വലിച്ചു വരുത്തേ. ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ പണിയാവും. ഇത് ശരിയാവൂല. ആണ്ട കുണ്ടും കുഴിയായിട്ടിരിക്കുകയാണ്. ഒന്ന് മിണ്ടാതിരിക്കുവാ. നീ വാ, നമുക്ക് ഒരുങ്ങാം. റെഡി ആവാം. അമ്മേ അമ്മേ അമ്മ ഇവിടെ നിൽക്ക്. ഈശ്വരന്റെ അമ്മക്ക് എന്താ പറ്റേ? ഭഗവാനെ വാ ഇങ്ങോട്ട്. ദാദാ അമ്മ എന്തൊക്കെയോ ഒന്ന് കാണിക്കുന്നത്. എന്തോന്ന് അച്ഛാ? അച്ഛാ ഇതെന്തോന്ന്? കഴിഞ്ഞ വർഷം ഇതേ മാസം ഇതുപോലെ വന്നതാണ്. കഴിഞ്ഞ വർഷോ? എന്നിട്ട് എന്താ അച്ഛാ ഞങ്ങളോട് പറയുന്നേ? നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. ഞാൻ പിന്നെ ഒരു നൂലങ്ങ് ജപിച്ച് കെട്ടി. അച്ഛൻ അമ്മയ്ക്ക് നൂല് വെച്ച് കെട്ടിന്നാ? പിന്നെ വേറെ വല്ലവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുമോ? അച്ഛൻ അമ്മയ്ക്ക് എന്റെ അച്ഛൻ ഇതേ അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്. ഞാൻ പോയി നോക്കിട്ട്. ഇപ്പൊ പോവരുത്, ദേഹത്തുനിന്ന് യക്ഷി വിട്ടു പോകൂല. യക്ഷിയാ? ഏത് യക്ഷി? അത് വലിയൊരു കഥയാണ്. ആൽത്തറ നാണിയമ്മന്ന് കേട്ടിട്ടുണ്ടോ? അവരെ മകളാണ് നിന്റെ അമ്മ. നമ്മുടെ അമ്മുമ്മ? നിങ്ങളെ അമ്മുമ്മ. അവര് യക്ഷിയായിരുന്നോ? പിന്നെ നല്ല തൻ്റെ ഇടമുള്ള യക്ഷി. അവരെ ആത്മാവാണ് നിന്റെ അമ്മയുടെ ദേഹത്ത് കയറുന്നത്. അത് കയറുമ്പം നിന്റെ അമ്മയ്ക്ക് തൻ്റെ ഇടം കൂടും.
അതുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ട് അടിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. എനക്കൊന്നും മനസ്സിലായി. കഴിഞ്ഞ കാണിക്കും. ആരാധ്യനായ അധ്യക്ഷൻ, സ്നേഹമുള്ള സഭാവാസികളെ, നമ്മുടെ എല്ലാമെല്ലാമായ ജോർജ് അച്ചായൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 2 വർഷം തികഞ്ഞിരിക്കുകയാണല്ലോ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഈ സ്ഥാപനത്തിന് നൽകിയ സംഭാവനകൾ വളരെ 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 വലുതാണ്. നല്ല ഒഴുക്ക്. അയ്യോ, മുന്നോട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ഒഴുക്കാ. അച്ഛാ നാണിയമ്മ ദേഹത്ത് കയറി. നാണിയമ്മ ദേഹത്ത് കയറി എന്ന് പറയായിരുന്നു. അമ്മ എന്താടി? ഒന്നുമില്ല. ആ അച്ഛാ, അമ്മ എന്തൊക്കെയോ കാണിക്കുന്ന വെച്ചാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എനിക്ക് പേടിയാവുന്ന വെച്ചാ. മക്കളെ ഫലമില്ല, കൈവിട്ട് പോയി, രക്ഷയില്ല. അമ്മേനെ എവിടെയെങ്കിലും. അച്ഛാ വേറെ എന്തൊക്കെയോ കാണിക്കുന്ന വെച്ചാ. അച്ഛാ കൂടിയും തോന്നുന്നച്ചാ. എനിക്ക് പേടിയാവുന്ന വെച്ചാ. ഞാൻ വെറുതെ പറഞ്ഞത്, തമാശ പറഞ്ഞത്. അവളാണ്ട പ്രസംഗം പഠിക്കണം. നോക്ക് നോക്ക്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു. ഇടി വെച്ച് നാട്ടല്ലോ. വെറുതെ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. അതെല്ലാം കയ്യിലുണ്ട്. ബാക്കി ഓഫീസിൽ നിന്നിട്ട് ചെയ്യാലോ. അയ്യോ, ആ ഇല്ലില്ല, അതിവിടെ പറഞ്ഞതാ. ഇല്ലില്ല, നോക്കിയിട്ട് പറയാത്. ഞാൻ കൊടുത്തേക്കാം, ഓഫീസിൽ കൊടുത്തേക്കാം. ബാക്കി ഹെഡ് ഓഫീസിൽ കൊടുത്തിട്ട് സാറിനെ കൂടെ ഒപ്പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇല്ലില്ല, കൊച്ച് അവ കരയല്ല, അതവരോ കൂന്നതാ. ഞാൻ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ഓരോന്നും വന്നോളും. എന്തിനക്കറിയണേ? എന്തിനക്കറിയണേ? വിശക്കുണ്ടാ? അകത്തേക്കല്ല അമ്മ വരണേ. എടുത്തേരില്ലേ അകത്തുനിന്ന്? കരയണ്ട, ബാ. കരയണ്ട, ബാ. പഞ്ചസാരക്ക് പോയത് കണ്ടാ? അയ്യോ, ആ പോട്ടെ. അയ്യോ, മണ്ണുണ്ടാവും. വേണ്ട, എടുക്കണ്ട. കച്ചിനെ കൊണ്ട് വേറെ മേടിപ്പിക്കാം. ബാ, പോട്ടെ, വിഷമിക്കണ്ട, ബാ. ഒന്നും കഴിച്ചില്ലായിരുന്നോ? അച്ഛനൊന്നും തന്നില്ലായിരുന്നോ? ബാലു, പഞ്ചസാര ഇല്ല, കുറച്ച് പഞ്ചസാര മേടിച്ചിട്ട് വരുമോ? പറ്റൂല. എന്നാ പഞ്ചസാര ഇല്ലാണ്ട് ചായ കുടിച്ചാൽ മതി. എനിക്ക് പഞ്ചസാരയൊന്നും വേണ്ട. ഞാൻ തന്നെ പോണോന്ന് നിനക്ക് എത്ര നിർബന്ധം തോന്നുന്നു? ആ മുടിയെ പറഞ്ഞേക്ക്. ബാലു, അവന് കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോകണം. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് മേടിക്കാൻ. ഞാൻ ഇവിടെ എന്താണ് ചെയ്യണമെന്ന് നിനക്കറിയാമോ? ഏതെങ്കിലും പാവപ്പെട്ടന് പണി കൊടുക്കുമായിരിക്കും. പാവപ്പെട്ടനല്ല, നിന്റെ അനിയന് വേണ്ടിയാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ, അത് ശരി. ഇപ്പൊ അവനും പണി കൊടുത്തു തുടങ്ങിയ. അവന് വേണ്ടിയാണ് ഈ കണ്ടുപിടുത്തം. എന്താ ഇത്? റിമോട്ട്. ഇത് നിന്റെ അവിടുത്തെ വീടില്ലേ, അവിടെ ഇരുന്ന് സ്വിച്ച് അമർത്തിയ നമ്മളെ വയലിൽ വെള്ളം നിറയും. അതല്ലേലും വെള്ളം നിറയൂലേ? പമ്പ് സെറ്റ് വഴി വെള്ളം നിറയുമെന്ന്. അതല്ലേ പറഞ്ഞത്, വെള്ളം പിന്നെ നിറയൂലേന്ന്. ഈ മണ്ടി അതിന് 1 കിലോമീറ്റർ നടന്നു പോണ്ടേ? ഇത് നടന്നു പോണ്ട, വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, അവിടെ വെള്ളം നിറയും. അതെന്തെങ്കിലും അവിടെ ഇത് മേടിച്ചിട്ട് വരാൻ പറ്റുമോ? നീ പറ. 5 ഫോട്ടോ സ്റ്റാറ്റ്, 1 കിലോ പഞ്ചസാര, 2 കിലോ സവാള, 1/2 കിലോ ഉള്ളി, 1/4 കിലോ കടുക്, അല്ല കടുക് തെറ്റിപ്പോയി, 1/4 കിലോ കടുക്, 10 മുട്ട, 2 പാല്. അത്ര മതി. അയ്യോ, കായ കൂടെ മേടിച്ചേക്കെ, സാമ്പാറിന് ഇടാനാ. ഇത് കുറേ കടയിൽ കയറി ഇറങ്ങണമല്ലേ? ഇല്ല, പച്ചക്കറി കടയിലും അപ്പുറത്തെ കടയിലും മറ്റേ പലചരക്കടയിലും കയറിയാൽ മതി. പാല് മേടിക്കാൻ പറ്റാം അതിൻ്റെ അപ്പുറത്ത്. എനിക്കറിയാം. നിന്റെ അനിയോടെ ഉണ്ടോ? ആ, ഉണ്ട്. വിളി. എന്തിനാ? വെട്ടി കയറ്റി കൊണ്ട് കിടന്ന് ഉറങ്ങില്ലേ? ഇനി വിളി. ബാലു, അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വരിക. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അവ റെസ്റ്റ് എടുക്കണ്ട, നീ വിളി. അവ എൻ്റെ കൂടെ കടയിൽ വരട്ടെ. എൻ്റെ കൂടെ കടയിൽ വരട്ടെന്ന് വിളിക്കട്ടാ? ആ, വിളി. കുട്ടാ, എടാ കുട്ടാ. സത്യം പറഞ്ഞതാ? എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഇവിടെ കിടന്ന് അലയാനൊന്നും വയ്യ. എന്തേ അളിയെ വിളിക്കണം? നീ എൻ്റെ കൂടെ കടയിൽ വാ. ആ സാധനങ്ങൾ പേരൊക്കെ പറഞ്ഞോളൂ. എനിക്ക് ബോധം പൊക്കണമെന്നില്ലടേ, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വരാൻ പറഞ്ഞത്. എടാ ഒന്നുമില്ല. 5 ഫോട്ടോ സ്റ്റാറ്റ്, 1 കിലോ പഞ്ചസാര, 2 കിലോ സവാള. ബാക്കിയൊക്കെ ഞാൻ കേട്ടാ. കേട്ടാ? കണ്ടുപിടിക്കും. കാശ്
സഞ്ചി എടുത്തുണ്ടോ പോ. ഇപ്പൊ എടുത്തോണ്ട് വരാം. വലിയ ഫോണുകാരെ ഫോണും കൊണ്ടാ നടക്കും ആ സമയം. ഡേയ് നീ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. പറ. 5 കിലോ പഞ്ചസാര, 1 കിലോ ഫോട്ടോസ്റ്റാറ്റ്. വളർന്ന് 5 കിലോ ഫോട്ടോസ്റ്റാറ്റ്, 1 കിലോ. എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞില്ല. വാളി അളിയോ സഞ്ചി എടുത്തോ. സഞ്ജു ഉണ്ടോ ചേച്ചേ? ചേച്ചി അതെ, എന്താണ് കിറ്റിൽ മേടിച്ചു. അവിടെ സഞ്ചി പൊട്ടിയിട്ട് വള്ളി പൊട്ടി കിടക്കുക. ബാലു 1 കിലോ വെളിച്ചെണ്ണയും കൂടി മേടിച്ചേക്കണേ. 1 കിലോ വെളിച്ചെണ്ണയും കൂടി മേടിച്ചേ. അളിയ വരണേ, വാ, നോയിക്കൊണ്ടിരിക്കാതെ. സാധനങ്ങളെ സൂക്ഷിച്ചോണേ. ഞാൻ എടുക്കില്ല. എന്ത് പറ്റിയാവോ? രണ്ടുപേരെ കൊണ്ട് ഒരുമിച്ച് വിട്ടപ്പോഴും എനിക്കറിയായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. എത്ര സമയമേ, ഈ അച്ഛനും മാമനും എവിടെ പോയി കിടക്കുന്നു? അമ്മ പോലീസ് അറിയിക്കണോ? അച്ഛനെ തിരക്കി പോയി വിഷ്ണുവിനെയും കാണുന്നില്ലല്ലോ. ഞാൻ പല പ്രാവശ്യം അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരെ കൂടെ ഒരുമിച്ച് പുറത്ത് വിടരുതെന്ന്. പാവം എന്റെ മാമൻ. അച്ഛനും പാവാ. ഇനി വല്ല ആക്സിഡന്റും പറ്റോ? നിർത്തടി, കരുന്നാ കുറച്ച് ഓരോന്ന് പറഞ്ഞോളും. അമ്മയത്തോണ്ട് അച്ഛൻ എവിടെ എവിടെ? അല്ല, എനിക്ക് തോന്നിയതാ. ഏച്ചി പോടാ. അച്ഛനൊന്ന് വേഗം വന്നാ മതിയായിരുന്നു. രണ്ടുപേരെ കൊണ്ട് ഒരുമിച്ച് വിട്ടപ്പോഴും എനിക്കറിയായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. അമ്മ ടെൻഷൻ അടിക്കാതെ, കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ, അവരെത്തിക്കോളും. വാ, മഞ്ഞുള്ളുണ്ട്, അകത്തേക്ക് പോവാം. വാ. അല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അച്ഛമ്മ തന്നെ ഞാൻ വരുന്നുള്ളൂ. ഓ, എന്താ ഒരു സ്നേഹം. ആ സ്നേഹോണ്ട്രി, ചേച്ചിയെ പറയല്ലോ ഞാൻ. വരുന്നു. അച്ഛ എവിടെയായിരുന്നു ചോദിച്ചാ കേട്ടില്ലേ എവിടെ ഇരുന്നെന്ന്? ചേച്ചി പലവ്യഞ്ജന കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി തിരിഞ്ഞ് നോക്കി അളിയാന്ന് വിളിച്ചപ്പോഴത്തെ അളിയനെ കാണാനില്ല. എനിക്കപ്പോഴേ തോന്നി വല്ല ഇലക്ട്രോണിക്സ് കടയിൽ അങ്ങനെ കാണുമെന്ന്. ഒരുവിധപ്പെട്ട നല്ല ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ഞാൻ പോയി നോക്കി. അപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞ് അവിടെ ഒന്നും കാണൂലെന്ന്. ഞാൻ നേരെ സ്റ്റേഡിയത്തിന് പുറകിലുള്ള ആ വഴിയുണ്ടല്ലോ, അതുവഴി റെയിൽവേ ട്രാക്കിൽ ഇറങ്ങിയിട്ട് നേരെ നടന്നപ്പോൾ അവിടെ ഒരു ചെറിയ കൂട്ടം, കുറേ ആക്രിക്കാരന്മാരുടെ ഇടയിൽ നടുക്കിരുന്ന് ഞാൻ എവിടെയുള്ളമാരാന്ന് ചോദിച്ചു. അവന്മാരെ നടുക്കിരുന്നിട്ട് ഞാൻ വളവളാന്ന് എന്തൊക്കെയോ ഭാഷയായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ ആരിത്? പിന്നാടാ തീർന്നില്ല, പറയും ഞാൻ. നിങ്ങൾ ഉണ്ടെങ്കിൽ നീ പറ. നിങ്ങൾ പറ. രണ്ടുപേരും കൂടെ കടയിൽ കയറി. എന്റെ തൊട്ട് പിറകെ ഉണ്ടായിരുന്നു. ഞാൻ കടക്കകത്ത് കയറി തിരിഞ്ഞു നോക്കി, അവനെ കാണാനില്ല. മുങ്ങിയ പോയി. ഞാൻ കടയുടെ പുറത്തിറങ്ങി റോഡിൽ നോക്കിയപ്പോൾ ഒരു 10 മീറ്റർ അപ്പുറത്തേ അവൻ മുണ്ടും പൊക്കി എടുക്കൊണ്ട് അവൻ പോകണം അങ്ങോട്ട്. ഞാൻ വിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചടാ നിന്നെ? എത്ര പ്രാവശ്യം ഞാൻ അതിന് പോയത്? 10-15 പ്രാവശ്യം ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ ഒരു വിളവഴി അവൻ ഞെരിക്കുന്നു. ഒരു വിളവഴി. ഞാൻ ഇവന്റെ പറയുന്ന ഓടി. എനിക്ക് ഓടാൻ പറ്റും എൻ്റെ പറയുന്നു. ഓടിച്ചെന്ന് ഞാൻ പാതി പോയി വിളിച്ചപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കി നിന്നിട്ട് ചിരിച്ചിട്ട് പിന്നെ ഓടണമായി. ഞാൻ എന്നിട്ട് വിളിച്ച് ഞാൻ 10-12 ഏക്കറുണ്ട് ആ വിളയെല്ലാം കൂടെ. ഞാൻ അത്രയും കിടന്ന് ബുദ്ധിമുട്ടി എല്ലാം ഇവനെ നോക്കി അലഞ്ഞ് തിരിഞ്ഞപ്പം ഇവൻ ഒരു മാവിൻ്റെ മൂട്ടിരുന്ന് എന്നെ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. മുട്ട തെറി എന്നെ അവിടെ കിടന്നു വിളയില അകത്ത് കിടന്നു മുട്ട തെറി വിളിച്ച് ഞാൻ ആദ്യം ഇവന്റെ പേര് വിളിച്ച്, ഇവൻ കേട്ടില്ല. പിന്നെ അവന്റെ ഇരട്ടപ്പേരെ വിളിച്ച്, ഇവൻ കേട്ടില്ല. എന്നിട്ട് ഞാൻ ചീത്ത വിളിച്ചപ്പം അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ അടിക്കാൻ വന്നു. എന്നിട്ട് അവൻ അവരെ പിടിച്ച് മാറ്റാൻ വരാതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ അവൻ്റെ ഒരു വാഞ്ഞ ചിരിയുണ്ടല്ലേ, അതും ചിരിച്ചിട്ട് പിന്നെ അവൻ ഓടിക്കണം. നീ എന്തിനാ ഓടിയത്? ഞാൻ നിങ്ങളെ അടിയിട്ടൊന്ന് വിചാരിച്ചിട്ട് അവന്മാരെ അടിക്കാൻ വാങ്ങിയപ്പോ ഇങ്ങനെ അവന്മാരെ മുമ്പിൽ നിന്നിട്ട് കരയണം. അവനെ പിടിക്കാൻ വേണ്ടി അവനെയാണ് ഞാൻ ചീത്ത വിളിച്ചത്. ഞാൻ ഇവിടെ ഈ ഏരിയയിലുള്ളവനാണ്, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുവിടുന്നത്. അവർക്ക് അവിടെ അറിയാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ അട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്താ കുത്തി ഇരിക്കുക? നിങ്ങൾ എന്തരിട്ട് ഇതിൻ്റെ അകത്തിട്ട് കുത്തുള്ളത്? നിർത്ത്. ഞാൻ ഒരു കാര്യം പറയാം. നീ വീട്ടിൽ വരരുത്. എന്റെ മനസ്സമാധാനം നീ കെടുത്തരുത്. അടിയനും ചേച്ചൊക്കെ എവിടെ നീയൊക്കെ പോയി നിന്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി കാണടാ. നീ ഇങ്ങോട്ട് വരാതെ ഒരു കൊലയും ചാമ്പും കിഴങ്ങും തേങ്ങയായിട്ട് ഇവിടെ വന്ന് കയറും. ഇവിടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നീ ഇറങ്ങി പോടാ. അവൻ പോണ്ടെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. സാധനങ്ങൾ മേടിക്കാൻ ആരാ കാശ് കൊടുത്തേ? സാധനങ്ങൾ മേടിക്കാൻ ഞാൻ കറണ്ടിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടിട്ട് കയ്യിൽ വെച്ചിരുന്ന പൈസ അതെടുത്താണ് അത് കൊടുത്താണ് ഞാൻ സാധനം വാങ്ങിച്ചത്. അല്ല ചോദിച്ച
കരയും അപ്പൊ കരഞ്ഞു കാണിക്കും അപ്പൊ അവളങ്ങ് അലിഞ്ഞു കരയുന്ന കാണിക്കും. ബാലുന്റെ തന്ന പൈസ എന്ത്? ബാലുവിന്റെ പൈസ എന്നെ ഓട്ടിച്ചപ്പോൾ ഞാൻ എന്നെ പശു ഓട്ടിച്ചതിൻ്റെ ഇടയിൽ അവിടെ ഒരു പശുവിനെ വിളയെ കെട്ടിയിരുന്നു എന്നെ ഓട്ടിച്ചിട്ട് ഞാൻ അവിടെ വീഴുന്ന പൈസ തെറിച്ചു പോയി. പൈസ കാണാൻ പൈസ തെറിച്ചു പോയാ? എവിടെ തെറിച്ചു പോയി? ചേച്ചി പുറകിൽ തള്ളിയിരിക്കുന്നു. പുറകിൽ തള്ളിയിരിക്കുന്നു. എന്താ തള്ളി? പുറകിൽ എന്താ തള്ളി? ഇലക്ട്രോണിക്സിന്റെ ബുക്ക് ചേച്ചി ഞാൻ പണം നോക്കാൻ വേണ്ടിയാ ചെയ്ത്. ഇംഗ്ലീഷ് വായിക്കാറുള്ളത് വില നോക്ക്, വില നോക്കണം. പണം നോക്കാൻ വേണ്ടിട്ടാ ചേച്ചി. വില നോക്കണം. വിലയൊക്കെ പിന്നെ നോക്കി ആ പണം ചേച്ചി എവിടെയെങ്കിലും വിളിച്ചോണ്ട് നിങ്ങൾ പോ. 935 രൂപ ദാ വച്ച് വായിച്ചോ. എനിക്കൊന്നും അറിയണ്ട. ചേച്ചി എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇറങ്ങി പോടാ. ഞാൻ പോണതില് വായിച്ചോ രണ്ടുപേരും കൂടെ രാത്രി. നേരത്തെ ഇവനെ കൊണ്ടുപോകാൻ എനിക്ക് തോന്നിയത്. ചേച്ചി എവിടെയെങ്കിലും വിളിച്ചോണ്ട് നിങ്ങൾ പോ. 10 വയസ്സിൽ കെട്ടാ വന്നപ്പോ അരിയുണ്ട എന്നല്ല വാങ്ങിച്ചു തന്നത്. 4 നേരം അരിയുണ്ട തിന്നിപ്പിച്ചിട്ട് അതിന് നന്ദി കൊണ്ടാണോ? അരിയുണ്ട അതിന് നന്ദി കൊണ്ടാണോ നിനക്ക്? ബാലു നിർത്ത്, രണ്ടുപേരും നിർത്ത്. പോട്ടെ, പോയതെല്ലാം പോട്ടെ. വിട്, കേറാത്തോട്ട് രണ്ടുപേരും. ഭ്രാന്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ചേച്ചി, ഞാൻ പോണു. ഞാൻ ഇനി വീട്ടിൽ കയറില്ല. എന്നെ തിരിച്ചൊന്നും വിളിക്കണ്ട. ഞാൻ ഇനി വീട്ടിലോട്ട് വരണതുമില്ല. ഇനി എന്നെ പ്രതീക്ഷിക്കാൻ വേണം. നിന്റെ പൈസയ്ക്ക് വെച്ചാൽ മലക്കറി എടുത്തോണ്ട് പോണം. പാവന്റെ കുഞ്ഞ് ഇത്രയും സാധനം മേടിച്ചു തന്നിട്ട് അവനെ ഒരപ്പിച്ച് വിട്ട്. രണ്ടുപേരും കൂടെ സ്നേഹത്തോടെ പോണണ്ടപ്പോ ഞാൻ വിചാരിച്ച് എല്ലാം കോംപ്രമൈസ് ആയെന്ന്. അകത്തേറ്. ആ കൊച്ചിനെ ഓടിച്ചപ്പോ മനസ്സമാനമല്ല. അവൻ ഇനിയും വരും. വരുന്നുണ്ട്. വേണ്ട വേണ്ട, എടാ വഴക്കണ്ട. അങ്ങനെ ഞാൻ പോകുമെന്ന് വിചാരിക്കണ്ടത്. അവന്റെ അവസാന തടവാണിത്. അവന്റെ അവസാന തടവ് പിള്ളേരെ എടുത്തോണ്ട് പോയി. എടാ ഇതൊന്നും കണ്ട എന്റെ